വനനിയമ ഭേദഗതി ബില്ല് നിയമസഭയുടെ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വാർത്തയുടെ വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, വനനിയമ ഭേദഗതി ബില്ല് നിയമസഭയുടെ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, വന നിയമ ഭേദഗതി ബില്ല് ഈ നിയമസഭയിൽ അവതരിപ്പിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രധാനമായും ഈ വന നിയമ ഭേദഗതി ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ക്രൈസ്തവ സംഘടനകളാണെങ്കിലും ഈ പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അടക്കം വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ കേരള കോൺഗ്രസ് എം അടക്കം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഈ ഒരു വിവാദമായതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വന നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ആ സമ്മേളനത്തിലാണ് ഇപ്പോൾ വന നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് അടക്കം നേരത്തെ ഈ വന ബില്ലിനെതിരെ ഒരു ജാഥ സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ അൻവർ അടക്കം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെ വളരെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. കൂടാതെ വന നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ഈ പ്രദേശവാസികളടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പുതിയ വന നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം, കാട്ടിലേക്ക് പ്രവേശിക്കുന്നവരെയും മറ്റും അറസ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളടക്കം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വന നിയമ ഭേദഗതി ബിൽ ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. വൃന്ദ. ശരി വിനയ.